Good morning. Okay, Shamsina, good morning. Okay, Kavya. Good morning, sir. Okay, good morning, Nisha. Good morning, ma'am. Okay, Naina, Adam, Sina. Okay, good morning. Good morning, everyone. Okay, Preeta. Priya. Okay. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു. ഓക്കെ, അതൊക്കെ വായിച്ചു നോക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പുതിയ ചാപ്റ്റർ ഇതാണ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 6 ആണ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇങ്ങനെ തുടങ്ങാൻ പോകുന്നത്. അപ്പോ ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. കുഴപ്പമൊന്നുമില്ല, എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡീപ്പായിട്ടല്ല എങ്കിലും മെഡിക്കൽ റെക്കോർഡ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ മെഡിക്കൽ റെക്കോർഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ്, നമ്മൾ ക്ലിനിക്കൽ ഡാറ്റകളും ഉൾപ്പെടുത്തുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളും ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ് നമ്പറിംഗ് ആണ്. നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, ആ ഭാഗങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം അത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഫോർമാറ്റ് പഠിക്കാനുണ്ട്. അതായത് മെഡിക്കൽ റെക്കോർഡുകളുടെ പ്രധാനമായിട്ട് നമുക്ക് 3 ഫോർമാറ്റുകൾ അതിനകത്ത് പഠിക്കാനുണ്ട്. POMR, SOMR, അതുപോലെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന 3 ഫോർമാറ്റുകൾ ഉണ്ട് അതിനകത്ത്. അത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. പക്ഷെ വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകും കേട്ടോ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. തുടങ്ങിയാൽ എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. ചാപ്റ്റർ നമ്പർ 6 മെഡിക്കൽ റെക്കോർഡ്സ്. എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കേൾക്കാറുണ്ട് അല്ലെ? റെക്കോർഡ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ്, ഹെൽത്ത് റെക്കോർഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ ആണെങ്കിൽ പേപ്പറാണ്, പേപ്പർ മെഡിക്കൽ റെക്കോർഡുകളാണ്. ഇന്ന് പക്ഷെ അധികം അങ്ങനെ പേപ്പർ ഫയലുകളാക്കി നമ്മൾ അധികം അങ്ങനെ മെഡിക്കൽ റെക്കോർഡുകൾ കാണാറില്ല അല്ലെ. കൂടുതലും എന്തിനാണ് ഇപ്പോ സിസ്റ്റത്തിലാണ് എല്ലാം സേവ് ചെയ്ത് വെക്കുന്നത് അല്ലെ. പക്ഷെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ ഒരു ഫയൽ ഉണ്ടാവും അല്ലെ, നമ്മുടെ ഒരു ഫയൽ കൊണ്ടുവരും അല്ലെ. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത ഫയലിലായിരിക്കും നമ്മൾ, അത് തന്നെയാണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻസ് ഇന്ററാക്ഷൻസ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് ദ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻസ് ഇന്ററാക്ഷൻസ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതായത് അതെ നിമിഷ, കറക്റ്റ് ആണ്. പേഷ്യന്റ് ഇൻഫർമേഷൻ ഫുൾ ആയിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ. അതായത് ഒരു പേഷ്യന്റിന് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് അവർക്കിടയിലുള്ള ഇന്ററാക്ഷൻസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്ന ആ ഒരു റെക്കോർഡ് അല്ലെ, നമ്മൾ രേഖപ്പെടുത്തുന്ന ആ ഒരു റെക്കോർഡാണ്. നിഷ പറഞ്ഞ പോലെ പേഷ്യന്റിന്റെ ഫുൾ ഇൻഫർമേഷൻസ് അതിനകത്തുണ്ടാവും. പേഷ്യന്റിന്റെ മാത്രമല്ല, പേഷ്യന്റിന്റെയും അവരെ പരിചരിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇന്ററാക്ഷൻസിന്റെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ് എന്ത് മെഡിക്കൽ റെക്കോർഡ്. അഥവാ നമുക്ക് ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ ഹെൽത്ത് ചാർട്ട് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. മെഡിക്കൽ റെക്കോർഡിന് തന്നെയാണ് നമ്മൾ ഹെൽത്ത് റെക്കോർഡ്, ഹെൽത്ത് ചാർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വായിക്കാം കേട്ടോ. ഫസ്റ്റ് കാര്യം ഇതാണ്, മെഡിക്കൽ റെക്കോർഡ് മീൻസ് who, what, why, where and when of patient care to the hospital. അവിടെ ഒരു ഡെഫിനേഷൻ ഒന്നും അല്ല പറയുന്നത്.
അതായത് ഡെഫിനിഷൻ ഈ പറഞ്ഞതാണ്, അതായത് ഡോക്യുമെന്റഡ് ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻസ് ഇന്ററാക്ഷൻ വിത്ത് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ. അതിനെയാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് എന്താണ്? മെഡിക്കൽ റെക്കോർഡ് മീൻസ് ഹൂ, വാട്ട്, വൈ, വേർ ആൻഡ് വെൻ ഓഫ് പേഷ്യന്റ് കെയർ ടു ദ ഹോസ്പിറ്റൽ. അതായത് ഒരു പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട 5 Ws ഓഫ് കെയർ ആണ് നമ്മൾ ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതായത് ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട 5 Ws ഓഫ് കെയർ. 5 Ws ഓഫ് കെയർ, അതായത് ഇതൊക്കെയാണ് 5 Ws ഓഫ് കെയർ. ഒന്ന് ഹൂ അല്ലെ, 5 Ws എന്ന് പറയാൻ കാരണം ഒന്ന് ഹൂ, രണ്ട് വാട്ട്, ദെൻ വൈ, വേർ ആൻഡ് വെൻ. ഈ കാര്യങ്ങളാണ് നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നത്? ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തും. എന്ന് പറഞ്ഞാല് ഹൂ എന്ന് പറയുമ്പോൾ ഹു ഈസ് ദ പേഷ്യന്റ് അല്ലെ, അതുപോലെ തന്നെ ആരാണ് പേഷ്യന്റ്, ആരാണ് അല്ലെ, പേഷ്യന്റ് ആരാണെന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെ. പേഷ്യന്റിന്റെ പേര്, അവരുടെ അഡ്രസ് അല്ലെ, അവരുടെ എല്ലാ ഈ പറയുന്ന ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ അല്ലെ, അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, അങ്ങനെ എന്താണ്, ആരാണ് ആ പേഷ്യന്റ്, പേഷ്യന്റ് ആരാണ്, പേഷ്യന്റിന്റെ മാത്രമല്ല ഈ പേഷ്യന്റിനെ പരിചരിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകള്, അവരുടെ ട്രീറ്റ്മെന്റിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുകൾ ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്? മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് ഹൂ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ W എന്താണ്? വാട്ട്. വാട്ട് മീൻസ് വാട്ട് ട്രീറ്റ്മെന്റ് അല്ലെ, വാട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് വാട്ട് മെഡിക്കേഷൻസ് ആൻഡ് വാട്ട് പ്രൊസീജിയേഴ്സ് ആർ ഡൺ ഇൻ പേഷ്യന്റ് അല്ലെ. നമ്മളൊരു പേഷ്യന്റിന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകള്, എന്തൊക്കെ പ്രൊസീജിയറുകള്, എന്തൊക്കെ മെഡിക്കേഷൻസുകള്, എന്തൊക്കെ ഡയഗ്നോസിസുകളാണ് നമ്മൾ നടത്തുന്നത് അല്ലെ, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്? മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ W ഏതാണ്? വൈ. എന്തുകൊണ്ട് അല്ലെ, എന്തുകൊണ്ടാണ് ഒരു പേഷ്യന്റിന് നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കെയർ നമ്മൾ കൊടുക്കുന്നത്? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അവരുടെ രോഗത്തിന്റെ ഭാഗമായിട്ട് അല്ലെ, അവരുടെ ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രോഗം ഡയഗ്നൈസ് ചെയ്തതിന്റെ പുറത്താണ് അവർക്കൊരു ട്രീറ്റ്മെന്റ് കെയർ നമ്മൾ കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ എന്തൊക്കെ നമ്മൾ രേഖപ്പെടുത്തും? ഡയഗ്നോസിസ് രേഖപ്പെടുത്തും, മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസുകളെല്ലാം തന്നെ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തും ഇല്ലേ. എന്താണ് അവരുടെ രോഗം, എന്താണ്, അതുപോലെ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസുകളാണ് അവരിൽ നടന്നിട്ടുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് വേർ. എവിടെയാണ് അല്ലെ, എവിടെയാണ് നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ഹോസ്പിറ്റലിൽ തന്നെ എവിടെയാണ്? ICUവിലാണോ, അതോ വെന്റിലേറ്ററിലാണോ, അല്ലെങ്കിൽ വാർഡിലാണോ, റൂമിലാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സിലാണോ, എവിടെയാണ് നമ്മൾ ആ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്തുണ്ടായിരിക്കും, മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് എന്താണ്? വെൻ. എപ്പോഴാണ്, എപ്പോഴൊക്കെയാണ് നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റും മറ്റു പ്രൊസീജിയറുകളും അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്? ആ ടൈം, ഡേറ്റ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്? മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് 5 Ws ഓഫ് പേഷ്യന്റ് കെയർ. പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ 5 Ws ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ വിവരങ്ങളും ആയി അല്ലെ. ആ പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തിനകത്തുണ്ട്? ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് മീൻസ് who, what, why, where and when of patient care to the hospital. Okay, then അടുത്തതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. ഇത് നിയമപരമായിട്ടുള്ള ഒരു റെക്കോർഡാണ്. എന്തുകൊണ്ടാണ് ഇതൊരു നിയമപരമായിട്ടുള്ള റെക്കോർഡാണെന്ന് പറയാൻ കാരണം ഇത് നിർബന്ധമായിട്ട് സൂക്ഷിച്ചിരിക്കണം. മെഡിക്കൽ റെക്കോർഡ് ഓരോ പേഷ്യന്റിനും മെഡിക്കൽ റെക്കോർഡ് നിർബന്ധമാണ്. അതിപ്പോ നമ്മൾ കോടതി സംബന്ധമായിട്ട് എന്തെങ്കിലും കേസുകളോ അല്ലെങ്കിൽ നമ്മുടെ ലോയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കേസുകളുടെ ഭാഗമായിട്ട് ഒരു എവിഡൻസ് ആയിട്ട് ഒരു പ്രൂഫ് ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു റെക്കോർഡാണ് ഇത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. ഇതൊരു നിയമപരമായിട്ടുള്ള റെക്കോർഡാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങള്, മെഡിക്കോ ലീഗൽ കേസുകള് അല്ലെ, ഇത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് ഇതൊരു എവിഡൻസ് ആയിട്ട്, ഒരു ലീഗൽ എവിഡൻസ് ആയിട്ട്, ഒരു ലീഗൽ പ്രൂഫ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സ് ഫേവേഴ്സ് പേഷ്യന്റ്, കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. അതെ, അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പേഷ്യൻസിനും അവര് ചികിത്സിക്കുന്ന കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക്, ഈവൻ ഹോസ്പിറ്റലിന് വരെ ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ്. അതായത് മെഡിക്കൽ റെക്കോർഡ് എല്ലാവർക്കും ഒരുപോലെ എന്താണ്? പ്രയോജനപ്പെട്ടതാണ്. പേഷ്യൻസിനായിക്കോട്ടെ, അവരെ ചികിത്സിക്കുന്ന കൺസൾട്ടൻസ് ആയിക്കോട്ടെ, മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കായിക്കോട്ടെ, ഹോസ്പിറ്റലിന് തന്നെ ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു റെക്കോർഡാണ് എന്ത്? മെഡിക്കൽ റെക്കോർഡ് അല്ലെ? ഓക്കെ, അതായത് ഇപ്പൊ ഒരു ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ആ ഒരു പെർട്ടിക്കുലർ പേഷ്യന്റിന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറുകൾ കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും അല്ലെ? അതുപോലെ പേഷ്യന്റിനും അറിയാൻ പറ്റും. അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങളും ആ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ എന്റെ ഹോസ്പിറ്റലിന് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള, ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള റെക്കോർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മെഡിക്കൽ റെക്കോർഡാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ദ ലീഗൽ ആസ്പെക്ട്സ് എൻക്ലോസ് requirements and principles related to making the medical record, including its content, using and restraining the record, maintaining it, obtaining it, and releasing information from it. അതായത് നമ്മൾ ഒരു മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആസ്പെക്റ്റുകളെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ, ഈ പറയുന്ന ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ എന്താണ് ക്രിയേഷനുമായിട്ട്, അതിലൊരു മെഡിക്കൽ റെക്കോർഡ് ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസും റിക്വയർമെന്റ്സുകളും എല്ലാം ഉൾപ്പെടുന്നതാണ് അതിന്റെ ലീഗൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളില് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ഒന്ന്, റിക്വയർമെന്റ് ആൻഡ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു മെഡിക്കൽ റെക്കോർഡ്. ഒന്ന് ക്രിയേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്. ഒരു മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ഇറ്റ്സ് കണ്ടന്റ്, അതിന്റെ കണ്ടന്റുകൾ, എന്തൊക്കെ കണ്ടന്റുകളാണ് നമ്മൾ ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യൂസിങ് ആൻഡ് റീസ്ട്രെയിനിങ് റെക്കോർഡ്. ഒരു മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത്? റീസ്ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെ അത് മാനേജ് ചെയ്യണം? ഒരു മെഡിക്കൽ റെക്കോർഡുകൾ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഒബ്റ്റെയിനിങ് ഇറ്റ്, ആർക്കൊക്കെ മെഡിക്കൽ റെക്കോർഡ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും? ദാറ്റ് മീൻസ് ആർക്കൊക്കെ മെഡിക്കൽ റെക്കോർഡ് ലഭ്യമാകുന്നുണ്ട്? ആൻഡ് റിലീസിങ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്, അല്ലെ? അതിൽ നിന്ന് എങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്? ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രിൻസിപ്പിൾസുകളും റിക്വയർമെന്റ്സുകളും ഉൾപ്പെടുന്നതാണ് എന്ത്? അതിന്റെ ലീഗൽ ആസ്പെക്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കും. വേറെ പോയിന്റ് ഒന്നുമില്ല. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ കണ്ടന്റുകൾ ഏത് രീതിയിലായിരിക്കണം, ഒരു മെഡിക്കൽ റെക്കോർഡ് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ മാനേജ് ചെയ്യണം, ആർക്കൊക്കെ ആ മെഡിക്കൽ റെക്കോർഡുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് മെഡിക്കൽ റെക്കോർഡുകൾ എന്നുള്ളത്, എങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് പുറത്തോട്ട് റിലീസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത്? അതിന്റെ ലീഗൽ ആസ്പെക്റ്റില് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ ലീഗൽ ആസ്പെക്റ്റിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെയാണ് പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ കണ്ടന്റ് എങ്ങനെയാണ്, ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ. ദ ഹോസ്പിറ്റൽ പുട്സ് ടുഗെദർ ആൻഡ് കീപ്സ് ദ മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പേഷ്യന്റ്. ഓക്കെ, ശരി, നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അത് പേഷ്യൻസിനും കൺസൾട്ടൻസിനും ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും ഈവൻ ഹോസ്പിറ്റലിന് വരെ ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു റെക്കോർഡാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റൽ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകൾ കളക്ട് ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത് ആരുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏറ്റവും ഹൈ പ്രയോറിറ്റി ആർക്ക് തന്നെയാണ്? പേഷ്യന്റിന് തന്നെയാണ്. ഓക്കെ, ഇനി മെഡിക്കൽ റെക്കോർഡ്സ് ആർ ആൾസോ കെപ്റ്റ് as a guide to consultants. അതുകൂടാതെ കൺസൾട്ടൻസിന് ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ, ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ എന്ത് നമ്മൾ ഉപയോഗിക്കുന്നു? മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ശരിയാണ് അല്ലെ? ഈ പറയുന്ന ഡോക്ടേഴ്സ് കൺസൾട്ടൻസിന് ഒരു രോഗിക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, അവരെന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഏത് രീതിയിലാണ്, ഇതൊക്കെ ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിലൂടെയാണ്, ആണല്ലോ. ഓക്കെ, പിന്നെ എന്താണ്? ഫോർ ദ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ,
ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ എഗെയിൻസ്റ്റ് അൺഫെയർ ക്രിറ്റിസിസം. അതുകൂടാതെ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ റെക്കോർഡിലുള്ള ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസീസ് ട്രെൻഡുകൾ, ഡിസീസിന്റെ ആ ഒരു പാറ്റേണുകളും ട്രീറ്റ്മെന്റ് ഔട്ട്കംസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ റിസർച്ച് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡിലെ ഡാറ്റകള് ഗവേഷണ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് അൺഫെയർ ക്രിറ്റിസിസം. ഇതുകൂടാതെ നമ്മൾ ഈ പറയുന്ന ഫിസിഷ്യൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫുകള്, ഹോസ്പിറ്റലിനെതിരായിട്ടൊക്കെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങള്, ക്രിറ്റിസിസംസ് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ഒരു സെക്യൂരിറ്റി അല്ലെ, അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അവർക്കൊരു സെക്യൂരിറ്റിയാണ്. കാര്യം അവര് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആ മെഡിക്കൽ റെക്കോർഡിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും അനാവശ്യ ആരോപണങ്ങൾ അവർക്കെതിരെ വരുന്ന സമയത്ത് ഈ പറയുന്ന അവർക്കൊരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും പോയിന്റുകൾ മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത്, when the hospital lets in a patient, it enters into an implied contract to provide services needed in the care and treatment of the patient. This calls for keeping a chronological record of the care and treatment provided by the personnel. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഹോസ്പിറ്റലിലോട്ട്, ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലോട്ട് വരിക എന്ന് പറഞ്ഞാല് ആ ഒരു പേഷ്യന്റിന്റെ എന്താണ് പരിചരണത്തിനും ചികിത്സയ്ക്കും ആവശ്യമായിട്ടുള്ള ആ ഒരു സേവനങ്ങൾ കൊടുക്കണം എന്നുള്ള ഒരു കോൺട്രാക്റ്റിൽ അവിടെ കോൺട്രാക്ട് ഉണ്ടാവാണ് അല്ലെ. ഇത് വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അണ്ടർസ്റ്റുഡ് ആണ്. കാര്യം ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം, ആ രോഗിയുടെ ചികിത്സയ്ക്കും പരിചരണത്തിനും ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല സേവനങ്ങൾ ആ പേഷ്യന്റിന് കൊടുത്തിരിക്കണം എന്നുള്ളത് ഒരു ഇംപ്ലോയിഡ് കോൺട്രാക്ട് ആണ് അല്ലെ. ദാറ്റ് മീൻസ് നമ്മളത് ഒരു രേഖപ്പെടുത്തുന്ന കോൺട്രാക്ട് അല്ല, പക്ഷെ നമുക്കത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരിക എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്തിരിക്കണം, ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ പരിഗണനകളും, എല്ലാ പരിചരണങ്ങളും ചികിത്സകളും അവർക്ക് ലഭ്യമാക്കിയിരിക്കണം അല്ലെ. ഓക്കെ, അപ്പോ ഇവര് പറയുന്നത് ദിസ് കോൾസ് ഫോർ കീപ്പിംഗ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ബൈ ദ പേഴ്സണൽ. അതായത് സ്റ്റാഫുകള് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, പേഴ്സണൽ മീൻസ് സ്റ്റാഫുകളാണ്, ആ സ്റ്റാഫുകള് ഈ പറയുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പരിചരണങ്ങളും ചികിത്സയുടെയും ഒരു ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, മെഡിക്കൽ റെക്കോർഡ് സഹായിക്കുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡിൽ നമ്മൾ എല്ലാ വിവരങ്ങളും കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഈ മെഡിക്കൽ സ്റ്റാഫുകൾ പേഷ്യൻസിന് എന്തൊക്കെ പരിചരണങ്ങൾ കൊടുക്കുന്നുണ്ടോ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്കത് രേഖപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്, മെഡിക്കൽ റെക്കോർഡിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. മെഡിക്കൽ റെക്കോർഡ് ഒരു ലീഗൽ റെക്കോർഡ് ആണെന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഓക്കെ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ലീഗൽ റെക്കോർഡ് എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ലീഗൽ ആസ്പെക്റ്റിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, അപ്പൊ ക്രിയേഷൻ ഓഫ് റെക്കോർഡ്, അതിന്റെ കണ്ടന്റുകൾ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ മെഡിക്കൽ റെക്കോർഡ് സർവീസസ്. എന്താണ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ മെഡിക്കൽ റെക്കോർഡ് സർവീസസ്? മെഡിക്കൽ റെക്കോർഡ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളെ പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കാം, ആദ്യം തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ് സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി എ മെഷർ സെറ്റ് ബൈ an expert authority as the rule for measuring quantity or quality. എന്താണ്? Standards are normally a measure set by an expert authority as the rule for measuring
ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി. ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതൊരു കൂട്ടം റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളാണ് കേട്ടോ, ഗൈഡൻസസ് ആണ്, മാർഗനിർദ്ദേശങ്ങളാണ്. ആരാണ് ഈ പറയുന്ന റൂൾസ് റെഗുലേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സെറ്റ് ബൈ എൻ എക്സ്പെർട്ട് അതോറിറ്റി, ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള അതോറിറ്റി. ദാറ്റ് മീൻസ് ഒന്നുകിൽ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആകാം, അതും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇറ്റ് ഇസ് ദ ബോഡി ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഓർ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഓർ റിലേറ്റഡ് ഫീൽഡ്. ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ബോഡി അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അതാണ് എക്സ്പെർട്ട് അതോറിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എക്സ്പെർട്ട് അതോറിറ്റി സെറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, but the standards are normally a measure set by an expert authority as the rule for measuring quantity or quality. അതായത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അതോറിറ്റി അവർ സെറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസ്, അതിനെയാണ് നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്? അതിന്റെ പർപ്പസ് എന്താണ് പർപ്പസ്? ഫോർ മെഷറിംഗ് ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി അല്ലെ. ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ക്വാളിറ്റി അല്ലെ, മെഡിക്കൽ റെക്കോർഡ് സേവനങ്ങളുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, ലെജിബിൾ ആയിരിക്കണം, ജെനുവിൻ ആയിരിക്കണം അല്ലെ. അതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മെഡിക്കൽ റെക്കോർഡുകളുടെ ക്വാളിറ്റി പ്ലസ് അതിന്റെ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി മീൻസ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സുകളാണ് അല്ലെ. നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരുന്ന മെഡിക്കൽ റെക്കോർഡ്സുകളുടെ എണ്ണം, അതിനെ ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്യാം, ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ക്വാളിറ്റി ഇതെല്ലാം തന്നെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെർട്ട് അതോറിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു കൂട്ടം റൂൾസ്, റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസ്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Clear ആയല്ലോ? Okay, but the standards are normally a measure set by an expert authority as the rule for measuring quantity or quality. Okay. അടുത്ത നോക്കിയേ, accordance with the standards is normally a condition of licensing, accreditation or payment of service. അതെ, അതായത് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ അനുസരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് ഒരു മെഡിക്കൽ റെക്കോർഡ് സേവനങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് അതിനനുസരിച്ച് കൊണ്ടായിരിക്കണം ആ സേവനങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. കാര്യം എന്താണ്? ഇറ്റ് ഈസ് എ നോർമലി കണ്ടീഷൻ ഓഫ് ലൈസൻസിങ്. എങ്കിൽ മാത്രമാണ് അവർക്ക് ലൈസൻസിങ് ആയിക്കോട്ടെ, ഒരു അക്രഡിറ്റേഷൻ, അംഗീകാരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് കൊണ്ടായിരിക്കണം അവരുടെ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. ഒരു തോന്നിയ രീതിയിൽ സർവീസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു ഹോസ്പിറ്റലിനായാലും ആ ഒരു ഡിപ്പാർട്ട്മെന്റിനാണെങ്കിലും അവർക്കൊരു ലൈസൻസ് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു അംഗീകാരം, ഒരു അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് ഒരു ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു മാന്യമായിട്ടുള്ള ഒരു പേയ്മെന്റുകൾ അവർക്ക് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് കൊണ്ടായിരിക്കണം നമ്മൾ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എന്തിനെ ബാധിക്കും? ലൈസൻസും ഉണ്ടാവില്ല, അക്രഡിറ്റേഷൻ ഉണ്ടാവില്ല, കൊടുക്കുന്ന സേവനങ്ങൾക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള പേയ്മെന്റും അവർക്ക് ലഭിക്കില്ല. ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ദ ഹോസ്പിറ്റൽ മസ്റ്റ് കീപ് മെഡിക്കൽ റെക്കോർഡ്സ് that are documented correctly and in a timely manner and are perfect and readily available for the swift retrieval of information including statistical data. അതുകൂടാതെ നമ്മൾ വളരെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ നിർബന്ധമായിട്ടും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലില് മെഡിക്കൽ റെക്കോർഡ്സുകൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. അതുപോലെ ടൈമിലി, സമയബന്ധിതമായിട്ട്, പെർഫെക്റ്റ് ആയിട്ട്, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ആ മെഡിക്കൽ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ സമയബന്ധിതയൊക്കെ ഉണ്ട്, അതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ readily available for the swift retrieval of information including statistical data.
ഈ പറയുന്ന സ്ഥിതി വിവര കണക്കുകൾ ഉൾപ്പെടെ എളുപ്പത്തിൽ നമുക്ക് റിട്രീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിനകത്തെ ഇൻഫർമേഷൻസുകൾ എന്ത് ചെയ്യേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ മെഡിക്കൽ റെക്കോർഡില് വിവരങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എളുപ്പത്തിൽ റിട്രീവ് ചെയ്യാൻ, പെട്ടെന്ന് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിനകത്തെ ഇൻഫർമേഷൻസുകൾ ലഭ്യമാക്കേണ്ടത്. ഓക്കെ, സ്വിഫ്റ്റ് റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഓക്കെ, അതായത് ഈ സ്ഥിതി വിവര കണക്കുകൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ നമുക്ക് റിട്രീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങള് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യേണ്ടത്. ഇത്രയുള്ള കാര്യം. അപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ആരാണ് ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത്? ഒരു എക്സ്പെർട്ട് അതോറിറ്റി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ റെക്കോർഡിന്റെ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ക്വാളിറ്റി അതൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പെർട്ട് അതോറിറ്റി മുന്നോട്ട് വെക്കുന്ന സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചുകൊണ്ട് മാത്രമേ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് അവർക്ക് ലൈസൻസിങ്ങും അക്രഡിറ്റേഷനും അവരുടെ സേവനങ്ങൾക്ക് പേയ്മെന്റുകളും ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടും സമയബന്ധിതമായിട്ടും വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ നിർബന്ധമായിട്ടും നമ്മളൊരു ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ വിവരങ്ങൾ നമുക്ക് എളുപ്പത്തിൽ റിട്രീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിനകത്തെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്? ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണല്ലോ? സ്റ്റാൻഡേർഡ് എന്താന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇമ്പോർട്ടൻസ് എന്താണെങ്കിൽ മാത്രമാണ് ലൈസൻസിങ്ങും അക്രഡിറ്റേഷനും പേയ്മെന്റ് ഓഫ് സർവീസ് ഒക്കെ അവർക്ക് ലഭിക്കുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ദ ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് ദ ഫോളോയിങ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, നമ്മളിപ്പോ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും എല്ലാവർക്കും എന്തുണ്ട്? മെഡിക്കൽ റെക്കോർഡുകളുണ്ട്. നമ്മൾ നോക്കുന്നത് ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡില് നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ. അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഡാറ്റ എന്തിനകത്ത് ഉണ്ടായിരിക്കണം? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. അയാളുടെ പേര്, അയാളുടെ അഡ്രസ്സ്, അയാളുടെ ജെൻഡർ ഐഡന്റിറ്റി എന്നിവയുൾപ്പെടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള അയാളുടെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റകൾ കൃത്യമായിട്ട് ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത നോക്കിയേ, എ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ് വിത്തിൻ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ഇൻപേഷ്യന്റ് സർവീസസ്. അതുകൂടാതെ നമ്മൾ ഒരു പേഷ്യന്റിനെ ഈ പറയുന്ന പോലെ ഇൻപേഷ്യന്റ് സർവീസസിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി ഏതിനകത്ത് ഉണ്ടായിരിക്കണം? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. ഒരു പേഷ്യന്റ് അവർ അഡ്മിറ്റ് ആവുകയാണ്, അല്ലെ, ഇൻപേഷ്യന്റ് അഡ്മിറ്റ് ആവുന്നു. അഡ്മിറ്റ് ആയിട്ട് ആ ഒരു ആദ്യത്തെ 24 മണിക്കൂറിനുള്ളില് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി, അതിന്റെ ഒരു എന്താ പറയാ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി അതിനകത്ത് ഉണ്ടായിരിക്കണം, മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. മൂന്നാമത്, എ ഫിസിഷ്യൻ അസസ്മെന്റ് കംപ്ലീറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ഇൻപേഷ്യന്റ് സർവീസസ്. അതുപോലെ തന്നെ ഈ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ഡോക്ടറുടെ, ഒരു ഫിസിഷ്യന്റെ അസസ്മെന്റിന്റെ ഡീറ്റെയിൽസും എന്തിനകത്ത് ഉണ്ടായിരിക്കണം? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. എന്താണ് പേഷ്യന്റ് ആദ്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തും. അതിനുശേഷം ഡോക്ടർ വരും, ഫിസിഷ്യൻ വന്നിട്ട് ഫിസിഷ്യൻ ഇതുപോലെ തന്നെ അവരുടെ ഒരു അസസ്മെന്റ് നടത്തും. ഓക്കെ, അപ്പൊ ആ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ഫിസിഷ്യന്റെ അസസ്മെന്റ്
അസസ്മെന്റിന്റെ ഡീറ്റെയിൽസും മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നതോ പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ് കേട്ടോ. അതുപോലെ രോഗിയുടെ ഒരു സമ്മതപത്രത്തിന്റെ പ്രൂഫ് എവിടെ ഉണ്ടായിരിക്കണം? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ ജസ്റ്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ. അതായത് ഒരു പേഷ്യന്റിന്റെ അനുവാദമില്ലാതെ ഒരു കാരണവശാൽ അവരെ അഡ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ട്രീറ്റ്മെന്റോ പ്രൊസീജിയറോ ഡയഗ്നോസിസ് ഒന്നും നടത്താനായിട്ട് പറ്റില്ല. അവരുടെ എന്തുണ്ടായിരിക്കണം? കൺസെന്റ് ഉണ്ടായിരിക്കണം. ഇൻഫോംഡ് കൺസെന്റ് ആണ്. ദാറ്റ് മീൻസ് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അതിൽ നിന്നും അത് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു കൺസെന്റ് കേട്ടോ. ആ ഒരു ഇൻഫോംഡ് കൺസെന്റിന്റെ ഒരു പ്രൂഫ് എവിടെ ഉണ്ടായിരിക്കണം? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ്. അതുപോലെ നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിന് ചെയ്ത എല്ലാ ഡയഗ്നോസ്റ്റിക്, എല്ലാ രോഗനിർണയത്തിന്റെയും ചികിത്സാ നടപടിക്രമങ്ങളുടെയും വിശദാംശങ്ങള് എന്തിനകത്ത് ഉണ്ടായിരിക്കണം? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. Then വരുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പാത്തോളജി ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി എക്സാമിനേഷൻസ് ആസ് വെൽ ആസ് റേഡിയോളജി ആൻഡ് ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻസ്. അതുപോലെ നമ്മൾ രോഗിയിൽ ചെയ്യുന്ന പാത്തോളജി, ദാറ്റ് മീൻസ് അവരുടെ ലാബ് പോലെ, ലാബും പാത്തോളജി വ്യത്യാസമുണ്ട് കേട്ടോ. ലബോറട്ടറി ടെസ്റ്റുകള്, പിന്നെ പാത്തോളജി ദാറ്റ് മീൻസ് സെല്ലുകള്, ടിഷ്യൂസുകള്, ഇങ്ങനത്തെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് അത്തരത്തിലുള്ള പാത്തോളജിക്കൽ ടെസ്റ്റുകള്, റേഡിയോളജി എന്തെങ്കിലും എക്സ്റേയോ സ്കാനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ, ഇനി ന്യൂക്ലിയർ മെഡിസിൻ തെറാപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങള്, ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ നമ്മൾ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, സ്പെക്ട്, പെറ്റ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ചെയ്യുന്ന എല്ലാ എക്സാമിനും ദാറ്റ് മീൻസ് ഇത്തരത്തിലുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസിന്റെയും സ്റ്റേറ്റ്മെന്റ് എവിടെ ഉണ്ടായിരിക്കണം? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. അടുത്തത് കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് ആൻഡ് പ്രോഗ്രസ് നോട്ട് കേട്ടോ. ഡോക്ടറുടെ കൺസൾട്ടേഷൻ റിപ്പോർട്ട്, പിന്നെ ആ ഒരു പേഷ്യന്റിന്റെ പ്രോഗ്രസ് നോട്ട് കേട്ടോ, അവരുടെ ബെറ്റർമെന്റിന്റെ പ്രോഗ്രസ് നോട്ടുകളും ഉണ്ടായിരിക്കണം. ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തേഷ്യ റിപ്പോർട്ട്, ഇനിയിപ്പോ സർജറിക്ക് വിധേയമാവുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഓപ്പറേഷന്റെ ഡീറ്റെയിൽസ് റിപ്പോർട്ടുകള്, അനസ്തേഷ്യയുടെ റിപ്പോർട്ടുകള്, ഇതെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കണം. ഏറ്റവും ഒടുവിൽ വരുന്നത് എന്താണ്? ഡിസ്ചാർജ് സമ്മറിയാണ്. ഡിസ്ചാർജ് സമ്മറി. അപ്പൊ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഡിസ്ചാർജ് സമ്മറി റിട്ടേൺ അറ്റ് ദ ടെർമിനേഷൻ ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒരു ഹോസ്പിറ്റലൈസേഷൻ അവസാനിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഒരു ഡിസ്ചാർജ് സമ്മറിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഇറ്റ് ബ്രീഫ്ലി സമ്മറൈസിങ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ. ഹോസ്പിറ്റലൈസേഷന് വരെ ഉള്ള കാരണം എന്താണ്? ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, അവരുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സുകള്, പ്രൊസീജിയേഴ്സ് ഡൺ, എന്തൊക്കെ നടപടിക്രമങ്ങൾ അവരിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, ആൻഡ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു പേഷ്യന്റ് ആൻഡ് ഫാമിലി. അതോടൊപ്പം നമ്മൾ പേഷ്യന്റിനും അവരുടെ ഫാമിലിക്കും നമ്മൾ കൊടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങള്, ഇതെല്ലാം തന്നെ നമ്മൾ എന്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്? ഡിസ്ചാർജ് സമ്മറിക്കകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, പ്രൊസീജിയേഴ്സ് ഡൺ, ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ്, കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ഓൺ ഡിസ്ചാർജ്, സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിസ്ചാർജ് സമ്മറിക്കകത്ത് രേഖപ്പെടുത്തുന്നത്. ഇനി മെഡിക്കൽ റെക്കോർഡ്സ് ഷുഡ് ബി കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ്, പ്രസന്റ്ലി ഓതന്റിക്കേറ്റഡ്, ലെജിബിൾ ആൻഡ് കംപ്ലീറ്റ് കേട്ടോ. ഇനി എപ്പോഴും ഒരു മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ് അല്ലെ, എന്ന് വെച്ചാൽ അവിടെ വളരെയധികം കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തണം. കാര്യം ഓരോ പേഷ്യന്റിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് പേഷ്യന്റിന്റെ പ്രൈവസിനെ ഒരിക്കലും എന്താണ് പ്രശ്നം ഉണ്ടാവരുത് അല്ലെ. അതിലെ വിവരങ്ങൾ എപ്പോഴും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ പ്രസന്റ്ലി ഓതന്റിക്കേറ്റഡ്, ഓതന്റിക്കേറ്റഡ് എന്ന് പറയുന്നത് ഇവിടെ അർത്ഥമാക്കുന്ന എന്താണ്? ജെനുവിൻ ആയിരിക്കണം അതിലെ വിവരങ്ങൾ, ആധികാരികതയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടായിരിക്കണം നമ്മള് വിവരങ്ങൾ ഉണ്ടായിരിക്കണം, ലെജിബിൾ ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് വളരെ ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, പൂർണ്ണമായിരിക്കണം. ഇങ്ങനെയായിരിക്കണം ഒരു മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ്? കോൺഫിഡൻഷ്യാലിറ്റി ഗ്യാരണ്ടി ചെയ്യണം, പ്രസന്റ്ലി ഓതന്റിക്കേറ്റഡ് ആയിരിക്കണം, ലെജിബിൾ ആൻഡ് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തുന്ന പോയിന്റുകളാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. അത് പ്രത്യേകം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത്
വെക്കണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെഡിക്കൽ റെക്കോർഡ് പോളിസീസ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ചില പോളിസികൾ, ചില നയങ്ങളും മറ്റുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകൾ ഉണ്ട്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുള്ളതല്ലേ, ഇപ്പോഴും നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് രജിസ്ട്രേഷൻ സിസ്റ്റം ആണ് കേട്ടോ. രജിസ്ട്രേഷൻ സിസ്റ്റം എന്താണ് അവിടെ പറയുന്നത്? എ സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം വിത്ത് 24 hours സർവീസ് ഷുഡ് പ്രിഫറബിളി ബി കെപ്റ്റ് ഫോർ ഓൾ ഔട്ട് പേഷ്യൻസ് ആൻഡ് ഇൻപേഷ്യൻസ്. അതായത് എല്ലാ ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനുമായിട്ട് 24 മണിക്കൂറും സേവനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രജിസ്ട്രേഷൻ സംവിധാനം ഏതൊരു ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് അല്ലെ, 24 അവറും പ്രവർത്തിക്കുന്ന ഒരു രജിസ്ട്രേഷൻ സംവിധാനം, അതും ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനുമായിട്ട് 24 മണിക്കൂറും സേവനം കൊടുക്കുന്ന ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സംവിധാനം എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലില് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് എന്താണ്? ഈച്ച് പേഷ്യന്റ് വിൽ ഹാവ് 1 യൂണിറ്റ് റെക്കോർഡ് ആൻഡ് 1 പെർമനന്റ് നമ്പർ യൂസ്ഡ് ഫോർ ഓൾ എപ്പിസോഡ് ഓഫ് കെയർ. അതുപോലെ തന്നെ ഓരോ പേഷ്യന്റിനും അവർക്ക് ഒരു ഒറ്റ യൂണിറ്റ് റെക്കോർഡ്, സിംഗിൾ യൂണിറ്റ് റെക്കോർഡും ഒരു സിംഗിൾ നമ്പർ അല്ലെ, ഒരു പെർമനന്റ് നമ്പറുമാണ് അവർക്ക് കൊടുക്കുന്നത്. അത് തന്നെയാണ് അവരുടെ പരിചരണത്തിലുടനീളം ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, നമ്മൾ ആദ്യമായിട്ട് ഒരു പുതിയൊരു ഹോസ്പിറ്റലിൽ മീൻസ് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു സ്ലിപ്പ് തരാറില്ലേ നമുക്ക്, ആ സ്ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറയും അല്ലെ, നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി. അപ്പൊ നമ്മൾ ആ രജിസ്റ്റർ ചെയ്ത് അല്ലെ, നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും അല്ലെ, നമ്മുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും ആ ഒരു ഫോമിനകത്ത് എന്തൊക്കെയാണോ ചോദിച്ചിരിക്കുന്നത് അതെല്ലാം നമ്മൾ എഴുതും അല്ലെ. ഈവൻ നമ്മുടെ ഇൻഷുറൻസ് വല്ലതും ഉണ്ടോന്ന് വരെ അതിനകത്ത് ഉണ്ടായിരിക്കും. അതൊക്കെ രേഖപ്പെടുത്തി നമ്മൾ ആ സ്ലിപ്പ് കൊടുക്കുമ്പോൾ ആ വിവരങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യാണ്. ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ അവര് നമുക്കൊരു നമ്പർ തരും, ഒരു UHID നമ്പർ തരും അല്ലെ, അല്ലെങ്കിൽ ചിലവരൊരു കാർഡ് നമുക്ക് തരും. കാർഡാണ് തരുന്നത് അല്ലെ, ചിലത് പ്രിന്റ് കാർഡായിരിക്കും, ചിലത് അല്ലാത്ത കാർഡും ഉണ്ട്. ആ കാർഡിനകത്ത് നമ്മുടെ പേര്, നമ്മുടെ വയസ്സ്, നമ്മുടെ ഒരു UHID നമ്പർ തരും അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്ന ഓരോ പേഷ്യന്റിനും ഒരു സിംഗിൾ യൂണിറ്റ് റെക്കോർഡും ഒരു സിംഗിൾ പെർമനന്റ് നമ്പർ, ഒരു UHID നമ്പർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് അവരുടെ ആ ഒരു എപ്പിസോഡ് ഓഫ് ത്രൂ ഔട്ട് എപ്പിസോഡ് ഓഫ് കെയർ അവർ ഉപയോഗിക്കുന്നത്. ആ ഒരു റെക്കോർഡ്, ആ ഒരു UHID, ആ പെർമനന്റ് നമ്പറുമായിരിക്കും. അതുകൂടാതെ എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി പേഷ്യൻസ് വിത്ത് 24 hours സർവീസ് ഷുഡ് ആൾസോ ബി ഗിവൻ. അതുകൂടാതെ ഈ ആക്സിഡന്റ് എമർജൻസി പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് 24 അവർ പ്രവർത്തിക്കുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനായിട്ട് 24 അവർ സേവനം കൊടുക്കുന്ന സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഉള്ളതുപോലെ തന്നെ ആക്സിഡന്റ് കേസുകൾ, എമർജൻസി കേസുകൾ എപ്പോ വേണമെങ്കിലും ഏത് സമയത്തും കയറി വരണം അല്ലെ. അവിടെ രാത്രി പകൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും എപ്പോ വേണമെങ്കിലും വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് എമർജൻസി പേഷ്യൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് തന്നെ 24 അവർ സേവനം കൊടുക്കുന്ന സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കും. ഓക്കെ, എത്രയുള്ളൂ അതിനകത്ത് മനസ്സിലാക്കാം, വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം നമ്പറിംഗ് സിസ്റ്റം. അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്പറിംഗ് സിസ്റ്റത്തിൽ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. 6 ഡിജിറ്റ് നമ്പേഴ്സ്, എത്ര ഡിജിറ്റ് ആണ്? 6 ഡിജിറ്റ് നമ്പേഴ്സ് ആർ നോർമലി യൂസ്ഡ് ഫോർ ദ ഔട്ട് പേഷ്യൻസ് ആൻഡ് ഇൻപേഷ്യൻസ്. നമ്മളൊരു UHID നമ്പർ കൊടുക്കുമല്ലോ, ആ നമ്പർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആണെങ്കിൽ പൊതുവെ നമ്മൾ എത്ര നമ്പർ ഉപയോഗിക്കാം? 6 ഡിജിറ്റ് നമ്പർ ആണ് ഉപയോഗിക്കാം കേട്ടോ. അതായത് എത്ര ഡിജിറ്റ് ആണ്?
6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. 6 അക്ക നമ്പറുകളാണ് നമ്മൾ പൊതുവെ ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനുമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. UHID നമ്പർ മാത്രമല്ല മെഡിക്കൽ റെക്കോർഡ് നമ്പറും അങ്ങനെയായിരിക്കും. 6 അക്ക നമ്പറാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മിക്കവാറും മെഡിക്കൽ റെക്കോർഡ് നമ്പറും UHID നമ്പറും ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. മെഡിക്കൽ റെക്കോർഡിന്റെ നമ്പറും UHID നമ്പറും സെയിം ആയിരിക്കും. ചിലപ്പോൾ മാത്രമാണ് വ്യത്യാസം വരാം, പക്ഷെ മിക്ക ഹോസ്പിറ്റലിൽ അത് സെയിം ആയിരിക്കും കേട്ടോ. അപ്പൊ അത് എത്ര അക്ക നമ്പറാണ്? 6 ഡിജിറ്റ് നമ്പർ ആണ് കേട്ടോ. ഇനി നോക്കാം, എ ന്യൂ പേഷ്യന്റ് ഗെറ്റ്സ് എ ന്യൂ ഹോസ്പിറ്റൽ നമ്പർ ഓൺലി അറ്റ് ദ ഫസ്റ്റ് ടൈം ഓഫ് രജിസ്ട്രേഷൻ. അതെ, ഒരു പുതിയൊരു പേഷ്യന്റിന് പുതിയൊരു നമ്പർ ലഭിക്കുന്നത് ആ രജിസ്ട്രേഷന്റെ സമയത്താണ്. അല്ലെ, രജിസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ പുതിയ പേഷ്യന്റ് ആയതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോഴാണ് അവർക്ക് ഒരു പുതിയൊരു ഹോസ്പിറ്റൽ നമ്പർ അനോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ, നമ്പറിംഗ് സിസ്റ്റം കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് കേട്ടോ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് അഥവാ PMI. ഓക്കെ, എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാല്? ദ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ഈസ് ഡിസൈൻഡ് with the important identification information for each new patient registered in the central registration area and filed in alphabetical order in the manual system and electronically through computer. അതായത് ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ രജിസ്ട്രേഷൻ ഏരിയയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ പുതിയ പേഷ്യന്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ഡാറ്റകള് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒന്നാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്താണ്? ഇറ്റ് ഈസ് ഡിസൈൻഡ് വിത്ത് important identification information for each new patient registered in the central registration. Central registration ഏരിയയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ പുതിയ പേഷ്യന്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻസ് രേഖപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്നതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനിയോ അതെങ്ങനെ ഫയൽ ചെയ്ത് വെക്കും? ദാറ്റ് ഈസ് ഫൈൽഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ മാനുവൽ സിസ്റ്റം. മാനുവൽ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അത് എന്ത് ചെയ്ത് വെക്കും? ഫയൽ ചെയ്ത് വെക്കും. ഇന്നിപ്പോ അധികം മാനുവൽ സിസ്റ്റത്തിലല്ല നമ്മൾ ഫയൽ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ത്രൂ അല്ലെ, ഇലക്ട്രോണിക്കിനെ ആണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലാണ് അത് എന്ത് ചെയ്ത് വെക്കുന്നത്? ഫയൽ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ അധികം പേപ്പർ റെക്കോർഡുകൾ കുറവാണ്. എങ്ങനെയാണ്? കമ്പ്യൂട്ടറിലാണ് നമ്മൾ അതെല്ലാം തന്നെ എന്ത് ചെയ്ത് വെക്കുന്നത്? ഫയൽ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ് കേട്ടോ. പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ് നോക്കുക. And each new patient registered for outpatient or inpatient service should be given an identification card. Okay. അത് ഈ UHID കാർഡ് അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് രജിസ്റ്റർ ചെയ്യുന്ന ഓരോ പേഷ്യന്റിനും എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ കാർഡ് ഉപയോഗിച്ചിട്ടാണ് അവർ പിന്നീട് ഡോക്ടർ കാണാൻ പോകുമ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ആ കാർഡ് കൊണ്ടുപോകണം. അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാനായിട്ട് ആ കാർഡ് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി അടുത്തതാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നോക്കാം. ഇൻ ഓൾ റെഫറൽ ഓർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് the appointment system should be practiced. റെഫറൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. അതായത് എല്ലാ ടെർഷ്യറി കെയർ എന്ന് വെച്ചാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള എല്ലാ റെഫറൽ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, അവിടെയെല്ലാം നമ്മൾ എന്ത് നോക്കുന്നുണ്ട്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഷുഡ് ബി പ്രാക്ടീസ്ഡ്. അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി ഓൾ പേഷ്യൻസ് മസ്റ്റ് നോട്ടീസ്ഡ് the appointment system accept labor and emergency cases. അത് 2-3 അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ആക്സെപ്റ്റ് ലേബർ ആൻഡ് എമർജൻസി കേസസ്. അതായത് നമ്മൾ എല്ലാ പേഷ്യൻസും ഈ ഒരു അപ്പോയിന്റ്മെന്റ് സംവിധാനം അവർ ഉപയോഗപ്പെടുത്തിയിരിക്കണം. അതിന് അവരത് ശ്രദ്ധിക്കണം. അതിനനുസരിച്ചിട്ട് വേണം അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട്. പക്ഷെ 2 കാര്യങ്ങള് നമുക്ക് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ബാധകമല്ല. ഏതൊക്കെയാണ് 2 കാര്യങ്ങള്? ഒന്ന് ലേബറും എമർജൻസി കേസും അല്ലെ. ഇപ്പൊ ഈ പ്രസവ കേസുകൾ വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി കേസ് വരുമ്പോ അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാനൊന്നും പറ്റില്ല അല്ലെ. ഇതെപ്പോ വേണമെങ്കിൽ ഏത് സമയത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊഴികെ ബാക്കി എല്ലാ സിസ്റ്റത്തിലും, ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് സംവിധാനം എല്ലാ പേഷ്യൻസും നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. അപ്പോ ഇവിടെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. 6 ഡിജിറ്റ് നമ്പറുകൾ എന്നാണ് ഉപയോഗിക്കുന്നത്, അതൊക്കെ നോട്ട് ചെയ്യാം. അതുപോലെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അതൊരു രോഗിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ രേഖപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒന്നാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. അതുപോലെ അപ്പോയിന്റ്മെന്റ് സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ലേബറും അതുപോലെ തന്നെ എമർജൻസി കേസസും ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസിന് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇൻ പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ഔട്ട് പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും അത് അക്സെപ്റ്റ് ചെയ്യുന്നതും ഫയൽ ചെയ്ത് വെക്കുന്നതും രണ്ട് രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പഠിക്കുന്നത് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അതായത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ അത് റിസീവ് ചെയ്യുന്നതും ഫയൽ ചെയ്ത് വെക്കുന്നതും. ഓക്കെ, അപ്പൊ അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനെ തന്നെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യൻസ് കേട്ടോ. ആദ്യം നമ്മൾ ഔട്ട് പേഷ്യൻസിന്റെ കാര്യമാണ് പറയുന്നത്. Diagnostic reports of outpatients should be accepted and scaled by medical record department. Outpatient underline ചെയ്യാം. അതുപോലെ accepted and scaled by medical record department. Medical record department underline ചെയ്യാം. In the specific patient record അതും underline ചെയ്യാം. ഓക്കെ, അതായത് ചുരുക്കി സ്കെയിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? accept and organize the files കേട്ടോ. ഫയൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഈ സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഔട്ട് പേഷ്യൻസുകളുടെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ആരാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫയൽ ചെയ്യുന്നത്. എങ്ങനെയാണ് അത് ഫയൽ ചെയ്ത് വെക്കുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് അവിടെ ഫയൽ ചെയ്ത് വെക്കുന്നത്. എന്തായിട്ടാണ്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്ന രീതിയിലാണ് അത് അവിടെ ഫയൽ ചെയ്ത് വെക്കുന്നത്. രണ്ടാമത്തത് ഇൻ പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് ഓൺ ദ വാർഡ്. വാർഡിലാണ് ബൈ ദ വാർഡ് ക്ലർക്ക് ഓർ നഴ്സ് കണ്ടോ. ഇൻ പേഷ്യൻസിന്റെ അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അഥവാ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതും ഫയൽ ചെയ്തിരിക്കുന്നതും വാർഡിലാണ്. വാർഡിൽ ആരാണ്? വാർഡ് ക്ലർക്ക് അതല്ലെങ്കിൽ വാർഡ് നഴ്സ് ആണ് അത് ചെയ്യുന്നത്. അപ്പൊ ഓർത്ത് വെക്കാം, ഔട്ട് പേഷ്യന്റിന്റെ എവിടെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്കെയിൽ ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ. എന്തായിട്ടാണ്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് ആയിട്ടാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്. ഇൻ പേഷ്യൻസിന്റെ എവിടെയാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്? വാർഡിലാണ്. വാർഡിൽ ആരാണ്? അതായത് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് നഴ്സ് ആണ് അവിടെ ഫയൽ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നതാണ് ഹെൽത്ത് സെന്റർ കേട്ടോ. ഹെൽത്ത് സെന്റർ. ദ ഹെൽത്ത് സെന്റർ ഓർ ക്ലിനിക് നോർമലി ഡയറക്ട്സ് പേഷ്യൻസ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് എ റെഫറൽ ലെറ്റർ കേട്ടോ. അതായത് ഒരു ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഒരു ക്ലിനിക്. ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രൈമറി കെയർ മാത്രമാണ് അവിടെ കൊടുക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ക്ലിനിക് എന്ന് പറയുന്നത് അത് പേഷ്യൻസിനെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് ഡയറക്ട് ചെയ്ത് വിടുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെഫറൽ ലെറ്റർ അല്ലെ. റെഫറൽ ലെറ്ററോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോൾ പ്രൈമറി പരിചരണം മാത്രമേ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടേക്ക് പേഷ്യൻസ് വരുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല കെയർ കൊടുക്കണമെങ്കിൽ അവരെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഡയറക്ട് ചെയ്യും അല്ലെ. അങ്ങനെ നമ്മൾ വെറുതെ വിടുകയാണോ ചെയ്യുക? അല്ല, വിത്ത് റെഫറൽ ലെറ്റർ അല്ലെ. ഒരു റെഫറൽ ലെറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവരെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് എന്ത് ചെയ്യുന്നത്? ഓക്കെ, ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ദ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സെന്റർ must develop a clear referral and appointment system for both new and established patients. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററുകൾ ആയിക്കോട്ടെ അവരെന്താണ് ഈ പറയുന്ന പുതിയതും നിലവിലുള്ള എല്ലാ പേഷ്യൻസിനും വളരെ വ്യക്തമായിട്ടുള്ള ഒരു റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ അവരവിടെ ഡെവലപ്പ് ചെയ്തിരിക്കണം. അതിപ്പോ ഒരു ഹെൽത്ത് സെന്റർ ആയിക്കോട്ടെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അവിടെ ഉള്ള പേഷ്യൻസിനും അതുപോലെ തന്നെ പുറമേന്ന് വരുന്ന പേഷ്യൻസിനാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ അവരെന്ത് ചെയ്തിരിക്കണം? ഡെവലപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചേ.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റെഫറൽ ഓഫ് എ പേഷ്യന്റ്. ഇനി നമ്മൾ റെഫറൽ ലെറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. റെഫറൽ ഓഫ് എ പേഷ്യന്റ് അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. നോക്കുക, 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient, while the third copy should be retained by the referring health center or clinic. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹെൽത്ത് സെന്ററിൽ നിന്നും ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മളൊരു റെഫറൽ ലെറ്ററിന്റെ സഹായത്തോടെയാണെന്ന് പറഞ്ഞു. അപ്പോ ഈ റെഫറൽ ഫോമുകൾ നമ്മൾ 3 കോപ്പികളാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. എത്ര കോപ്പീസ് ആണ്? 3 copies ഓഫ് റെഫറൽ ഫോംസുകളാണ് നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതിനകത്ത് ഇപ്പൊ 3 കോപ്പി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി പറയുന്നത് എന്താണ്? ആദ്യത്തെ 2 കോപ്പികള്, ഫസ്റ്റ് 2 copies, 2 കോപ്പികൾ എന്ത് ചെയ്യാണ്? പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യും. അതായത് ഒരു ഹെൽത്ത് സെന്ററിൽ നിന്ന് നമ്മൾ ഒരു പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ? ഹെൽത്ത് സെന്ററിൽ നിന്ന് 3 copies ഓഫ് റെഫറൽ ലെറ്റർ അവിടെ ജനറേറ്റ് ചെയ്യും. അതിനകത്ത് ആദ്യത്തെ 2 റെഫറൽ കോപ്പീസ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? പേഷ്യന്റ് അവര് പോകുന്ന ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യും. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. പ്രസന്റ് ടു ദ ഹോസ്പിറ്റൽ ബൈ ദ പേഷ്യന്റ്. പേഷ്യന്റ് അത് പോകുന്ന ഹോസ്പിറ്റലില് ആദ്യത്തെ 2 കോപ്പികൾ അവരെന്ത് ചെയ്യും? അവിടെ പ്രസന്റ് ചെയ്യും. ബൈ ദ തേർഡ് കോപ്പി ഷുഡ് ബി റീറ്റെയിൻഡ് ബൈ ദ റെഫറിംഗ് ഹെൽത്ത് സെന്റർ ഓഫ് ക്ലിനിക്. മൂന്നാമതൊരു കോപ്പി ഉണ്ട് അല്ലെ, ആ കോപ്പി അവിടെ തന്നെയാണ് റീറ്റെയിൻ ചെയ്യുന്നത്. ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ആ ക്ലിനിക്കിൽ തന്നെയാണ് മൂന്നാമത്തെ കോപ്പി അവിടെ കീപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 3 കോപ്പി ജനറേറ്റ് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ 2 കോപ്പികൾ പേഷ്യന്റ് അവർ പോകുന്ന ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യുന്നു. മൂന്നാമതുള്ള കോപ്പി ആരുടെ കയ്യിൽ തന്നെ വെക്കുകയാണ്? റെഫറിംഗ്, അതായത് ഈ പറയുന്ന ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ക്ലിനിക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാമോ? ദ ഫസ്റ്റ് കോപ്പി ഷുഡ് ബി പാസ്ഡ് ഓൺ ഹെൽത്ത് സെന്റർ or hospital as a feedback information, and second copy should be retained in the hospital. അപ്പൊ എന്ത് സംഭവിക്കും? ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ രോഗി പോയിട്ടുള്ള ഹോസ്പിറ്റലില് 2 കോപ്പീസ് അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. അതിനകത്ത് ആദ്യത്തെ കോപ്പി, അത് 2 ഒരു കോപ്പി ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്ന അറിയാമോ? ദാറ്റ് സെൻഡ് ബാക്ക് ടു ദ ക്ലിനിക്കിലേക്ക് തിരിച്ചയക്കും. എന്തിനായിട്ടാണ് തിരിച്ചയക്കുന്നത്? എസ് എ ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് തിരിച്ചയക്കും. കാര്യം ആ ഒരു ഹെൽത്ത് സെന്ററിലാണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് വിട്ടത്. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് അവര് പ്രസന്റ് ചെയ്ത 2 കോപ്പിയിൽ ഒരു കോപ്പി എടുത്ത് ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് ഹോസ്പിറ്റൽ ആർക്ക് തിരിച്ചയച്ചു കൊടുക്കുകയാണ്? ഹെൽത്ത് സെന്ററിലോട്ട് തിരിച്ചയച്ചു കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിന്റെ കയ്യിൽ ഒറ്റ കോപ്പിയല്ലേ ഉള്ളൂ. ആ ഒരു എന്താ പറയാ, ആ ഒരു സെക്കൻഡ് കോപ്പി മാത്രമല്ല. ആ സെക്കൻഡ് കോപ്പി ദാറ്റ് മീൻസ് ആ ഒരു കോപ്പി ആരുടെ കയ്യിലായിരിക്കും? ഹോസ്പിറ്റലിന്റെ കയ്യിലായിരിക്കും. ഓക്കെ, അപ്പൊ തുടക്കം വരുമ്പോ ഒരു കോപ്പി ഹെൽത്ത് ക്ലിനിക്കിന്റെ കയ്യിലാണെങ്കിൽ ബാക്കി 2 കോപ്പി ഹോസ്പിറ്റലിലോട്ടാണ് പോണേ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാലോ, ട്രീറ്റ്മെന്റ് കഴിഞ്ഞാല് ഹോസ്പിറ്റലിന്റെ കയ്യിലുള്ള 2 കോപ്പിയിൽ ഒരു കോപ്പി തിരിച്ച് ഹെൽത്ത് ക്ലിനിക്കിലേക്ക് അയക്കും. മറു കോപ്പി എവിടെ തന്നെ കീപ്പ് ചെയ്യും? ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? വേറെ ഒന്നും ഇല്ലാണ്ട് അതിനകത്ത് ജസ്റ്റ് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഏതൊക്കെ എത്ര കോപ്പീസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അത് ട്രീറ്റ്മെന്റിന് മുമ്പ് എങ്ങനെയാണ്, ട്രീറ്റ്മെന്റിന് ശേഷം എങ്ങനെയാണ്, ഇതൊക്കെ കാണാണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. വലുപ്പമുള്ള ചാപ്റ്റർ ആണ്. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.